നവംബർ 17 ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത്. രാജകൊട്ടാരത്തിൽ സമൃദ്ധിയുടെ നടുവിൽ ജീവിക്കുകയും അവസാനം 24-ാമത്തെ വയസ്സിൽ ഏറ്റവും ദരിദ്രയായി മരിക്കുകയും ചെയ്ത വിശുദ്ധയാണ് ഹംഗറിയിലെ എലിസബത്ത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഹംഗറിയിലെ ആൻഡ്രൂസ് രാജാവിനും ജർത്രൂദ് രാജ്ഞിക്കും 1207 ജനിച്ച ഓമന മകളാണ് എലിസബത്ത്. അക്കാലത്ത് ശക്തരായ ഭരണകുടുംബങ്ങൾ തമ്മിലുള്ള സഖ്യങ്ങൾ ശക്തമാക്കാൻ ചെറുപ്പത്തിൽ തന്നെ വിവാഹങ്ങൾ ക്രമീകരിച്ചിരുന്നു. എലിസബത്തിന് 4 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവളെ ഏകദേശം 500 മൈൽ അകലെ തുരിങ്കയിലെ ഹെർമൻ ഒന്നാമൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഹെർമൻ ഒന്നാമൻ്റെ 11 വയസ്സ് പ്രായമുള്ള ലൂയി രാജകുമാരനുമായി അവളുടെ വിവാഹം ഉറപ്പിക്കുകയും അവർ ഒരുമിച്ച് അവിടെ വളരുകയും ചെയ്തു. അസാധാരണമായ വിശ്വാസത്തിലും ഭക്തിയിലുമാണ് രണ്ടുപേരും ജീവിച്ചത്. 10 വർഷത്തിനു ശേഷമായിരുന്നു അവരുടെ വിവാഹം. സ്ത്രീധനമായി വലിയ ഒരു തുകയും പരിചാരകരെയും തോഴിമാരെയും എലിസബത്തിൻ്റെ പിതാവ് അവൾക്ക് നൽകിയിരുന്നു. ബാല്യം മുതൽ മരണം വരെ എലിസബത്തിനൊപ്പമുണ്ടായിരുന്ന അവളുടെ തോഴിയായ ഗ്രൂത്തായാണ് വിശുദ്ധയുടെ ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകൾ ലോകത്തിന് നൽകിയത്. ചെറുപ്പം മുതൽ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുമായിരുന്ന എലിസബത്തിന് ഉണ്ണീശോയുടെ ദർശനങ്ങൾ ലഭിച്ചിരുന്നു. അവൾക്ക് ലഭിച്ചിരുന്ന സമ്മാനങ്ങളും പാചകശാലയിൽ നിന്ന് ഭക്ഷണവുമൊക്കെ കൊടുത്ത് പാവങ്ങളെ സഹായിക്കുകയായിരുന്നു എലിസബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എലിസബത്ത് തുരിങ്കയിലെത്തി 2 വർഷം കഴിഞ്ഞപ്പോൾ അവളെ വളരെയേറെ സ്നേഹിച്ചിരുന്ന അവിടുത്തെ രാജ്ഞി ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. തുടർന്ന് ഹെർമൻ രാജാവിൻ്റെ 2ാം ഭാര്യയായി വന്നത് സോഫിയ രാജ്ഞിയാണ്. കർക്കശ സ്വഭാവക്കാരിയും ആഡംബരപ്രിയവുമായിരുന്നു സോഫിയ. 3 വർഷങ്ങൾക്ക് ശേഷം എലിസബത്തിൻ്റെ 9ാം വയസ്സിൽ ഹെർമൻ രാജാവും മരിച്ചതോടെ അവൾ അനാഥയായി. ലൂയി രാജകുമാരൻ 16-ാമത്തെ വയസ്സിൽ തുരിങ്കയിലെ ഭരണാധികാരിയായെങ്കിലും സോഫിയ രാജ്ഞിയാണ് ഭരണം നടത്തിയത്. ലൂയിസ് യുദ്ധമുറ അഭ്യസിക്കാൻ ദൂരദേശത്തേക്ക് പോയി. പ്രാർത്ഥനയും പരിത്യാഗവും പരോപകാര പ്രവർത്തനങ്ങളുമൊക്കെയായി ലളിത ജീവിതം നയിച്ചിരുന്ന എലിസബത്തിനെ സോഫിയ രാജ്ഞിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരിക്കൽ ദേവാലയത്തിൽ ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തിയ എലിസബത്ത് തൻ്റെ സ്വർണ്ണ കിരീടം താഴെ വെച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഇത് കണ്ട് കോപിഷ്ഠയായ സോഫിയ രാജ്ഞി രാജകുമാരിയുമാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കഠിനമായി ശാസിച്ചു. അപ്പോൾ എലിസബത്തിൻ്റെ മറുപടി ഇതായിരുന്നു: എൻ്റെ ദൈവമായ യേശുക്രിസ്തു മുൾക്കിരീടം ധരിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു നികഷ്ട ജീവിയായ എനിക്ക് ഭൗതിക മഹത്വത്തിൻ്റെ കിരീടം ധരിക്കാൻ എങ്ങനെ സാധിക്കും? എന്നാൽ ലൂയിസ് രാജകുമാരൻ എലിസബത്തിനെ അഗാധമായി സ്നേഹിച്ചിരുന്നു. പലപ്പോഴും സമ്മാനങ്ങൾ വാങ്ങിച്ചു നൽകി സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. 1220 മെയ് 15 എലിസബത്തും ലൂയിസും തമ്മിലുള്ള വിവാഹം ആഘോഷമായി നടന്നപ്പോൾ ലൂയിസിന് 20ഉം എലിസബത്തിന് 13 വയസ്സായിരുന്നു പ്രായം. ഭരണം ഏറ്റെടുത്ത ലൂയിസ് രാജാവ് ഏറ്റവും സദ്ഗുണസമ്പന്നനായ രാജാവ് എന്ന് അറിയപ്പെട്ടു. രാജ്യത്തെ ഉപവിപ്രവർത്തനങ്ങൾ മുഴുവൻ എലിസബത്ത് രാജ്ഞിയുടെ ഉത്തരവാദിത്വത്തിലായി. എലിസബത്ത് പാവങ്ങൾക്കായി പണം ദൂർത്തടിക്കുന്നു എന്ന് വ്യാപകമായ പരാതി ഉയർന്നെങ്കിലും ലൂയിസ് അത് കാര്യമാക്കിയില്ല. രോമവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റേതുമായ ഒരു ജീവിതമായിരുന്നു എലിസബത്തിൻ്റേത്. റൊട്ടിയും വെള്ളവും മാത്രം ഭക്ഷിച്ച രാജ്ഞി ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉപവസിച്ചു. ഒരിക്കൽ കുഷ്ഠരോഗിയായൊരു ബാലനെ എലിസബത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഭർത്താവിൻ്റെ കട്ടിലിൽ കിടത്തി ശുശ്രൂഷിച്ചു. ഇത് കണ്ട് കോപാകുലയായ സോഫിയ രാജ്ഞി ലൂയിസ് രാജാവ് വന്നപ്പോൾ എലിസബത്തിനെ കഠിനമായി കുറ്റപ്പെടുത്തി സംസാരിച്ചു. അവർ മുറിയിലെത്തി നോക്കിയപ്പോൾ കണ്ടത് കട്ടിലിൽ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ഉണ്ണീശോയെയാണ്. ഉടൻ അവിടെ മുട്ടുകുത്തിയ ലൂയിസ് രാജാവിനെ ഉണ്ണീശോ അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷനായി. ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്നെടുത്ത കുറേ അപ്പം പാവങ്ങൾക്ക് നൽകുവാനായി എലിസബത്ത് പോകുമ്പോൾ വഴിയിൽ വെച്ച് ലൂയിസ് രാജാവിനെ കണ്ടു. എലിസബത്ത് കൊട്ടാരത്തിൽ നിന്ന് അപ്പം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുവെന്ന് രാജാവിന്
പരാതി ലഭിച്ചിരുന്നതുകൊണ്ട് കൊട്ടയിൽ എന്താണെന്ന് രാജാവ് അന്വേഷിച്ചു. അവൾ കുട്ട തുറന്നപ്പോൾ അത് നിറയെ മനോഹരമായ റോസപ്പൂക്കളാണ് കണ്ടത്. ഇങ്ങനെ നിരവധി അത്ഭുതങ്ങൾ എലിസബത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എലിസബത്ത് ലൂയിസ് ദമ്പതികൾക്ക് 5 മക്കൾ ജനിച്ചെങ്കിലും 3 പേർ മാത്രമേ ജീവിച്ചുള്ളൂ. മൂത്ത മകൻ ഹെർമൻ, രണ്ടാമത്തെ മകൾ സോഫിയ, മൂന്നാമത്തെ മകൾ ജെർട്രൂഡ്. എലിസബത്തിന് 17 വയസ്സുള്ളപ്പോഴാണ് ഫാദർ കോൺറാഡിനെ അവൾക്ക് ആത്മീയ പിതാവായി ലഭിച്ചത്. പുണ്യ പരിപൂർണതയിലെത്താൻ എലിസബത്തിനെ സഹായിച്ചത് ഫാദർ കോൺറാഡാണ്. 20 വയസ്സ് മുതൽ എലിസബത്തിന് ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കാലമായിരുന്നു. കുരിശുയുദ്ധത്തിന് പോയ ലൂയിസ് രാജാവ് യാത്രാമധ്യേ പനി ബാധിച്ച് പെട്ടെന്ന് മരിച്ചു. തുടർന്ന് ലൂയിസിൻ്റെ സഹോദരൻ ഹെൻറി ഭരണം പിടിച്ചെടുക്കുകയും രാജ്യത്തിൻ്റെ സമ്പത്ത് പാവങ്ങൾക്ക് നൽകി ദൂർത്തടിച്ചു എന്ന കുറ്റം ചുമത്തി എലിസബത്തിനെയും മക്കളെയും കൊട്ടാരത്തിൽ നിന്ന് ഇറക്കിവിടുകയും ചെയ്തു. അവരെ ആരും സഹായിക്കാൻ പാടില്ല എന്നും ഹെൻറി ഉത്തരവിട്ടു. ഭിക്ഷയാചിച്ചും ചെറിയ തൊഴിൽ ചെയ്തും ഏറ്റവും ദരിദ്രമായ ജീവിതമായിരുന്നു എലിസബത്തിൻ്റേത്. സന്മനസ്സുള്ള ആരൊക്കെയോ കുട്ടികളെ ഏറ്റെടുത്തു, വളർത്താൻ തയ്യാറായി. ഏറെ നാൾ കഠിനയാതന നിറഞ്ഞ ജീവിതമായിരുന്നു എലിസബത്തിൻ്റേത്. എന്നാൽ 2 തോഴിമാർ അവളെ വിട്ടുപിരിയാതെ കൂടെ നിന്നു. ഇക്കാലത്ത് നിരവധി മിസ്റ്റിക് അനുഭവങ്ങളിലൂടെ കടന്നുപോയ എലിസബത്തിന് ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും നിരവധി ദർശനങ്ങൾ ലഭിച്ചു. കുറേ നാളുകൾക്ക് ശേഷം സോഫിയ രാജ്ഞിയുടെ ഇടപെടലിലൂടെ എലിസബത്തും മക്കളും ഒരു കോൺവെൻറ്റിൽ താമസമാക്കി. പിന്നീട് അമ്മാവനായ ബാംബർഗിലെ മെത്രാൻ എലിസബത്തിനെ ബാംബർഗിലേക്ക് ക്ഷണിക്കുകയും അവൾക്ക് താമസിക്കാൻ രാജോചിതമായ ഒരു ഭവനം നൽകുകയും ചെയ്തു. എലിസബത്ത് തൻ്റെ മക്കളോടും എസൻത്രൂദ്, ഗ്രൂത്ത എന്നീ തോഴിമാരോടുമൊപ്പം അവിടെ താമസം തുടങ്ങി. ലൂയിസ് രാജാവിനൊപ്പം കുരിശ് യുദ്ധത്തിന് പോയ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ രാജാവിൻ്റെ ശരീരഭാഗങ്ങളുമായി തിരിച്ചെത്തിയപ്പോഴാണ് എലിസബത്തിനോട് ഹെൻറി രാജാവ് ചെയ്ത ക്രൂരതകൾ അറിഞ്ഞത്. അവർ ഹെൻറിയെ ശാസിക്കുകയും എലിസബത്തിൻ്റെ സ്ത്രീധനവും പാരമ്പര്യ അവകാശങ്ങളും ജീവിക്കാൻ വേണ്ട വരുമാനവും നേടിക്കൊടുക്കുകയും ചെയ്തു. തുടർന്ന് എലിസബത്ത് തനിക്ക് അവകാശമായി ലഭിച്ച മാർബട്ട് പട്ടണത്തിലേക്ക് താമസം മാറ്റി. ഫാദർ കോൺറാഡിനെ എലിസബത്തിന് തൻ്റെ ആത്മീയ പിതാവായി വീണ്ടും ലഭിച്ചു. രാജകീയ ജീവിതത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും എലിസബത്ത് ഫ്രാൻസിസ്കൻ 3-ാം സഭയിൽ ചേർന്ന് ഫ്രാൻസിസ്കൻ ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത്. മക്കളെ രാജകൊട്ടാരത്തിലേക്ക് വിട്ടുകൊടുത്തു. വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും പാവങ്ങൾക്കായി വിശുദ്ധ ചെലവഴിച്ചു. ഫാദർ കോൺറാഡ് കർശനവും കഠിനവുമായ വഴികളിലൂടെയാണ് എലിസബത്തിനെ നയിച്ചത്. പരോപകാര പ്രവർത്തനങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതും തോഴിമാരെ പറഞ്ഞയച്ചതും എലിസബത്തിന് വലിയ മനോവേദനയ്ക്ക് കാരണമായി. മനഃപൂർവ്വമല്ലാത്ത നിസ്സാര അനുസരണക്കേടിന് പോലും എലിസബത്തിന് കഠിന ശിക്ഷയാണ് ആത്മീയ പിതാവ് നൽകിയത്. ഇതിലൂടെയെല്ലാം ക്രിസ്തുവുമായി പൂർണ്ണമായ ഒരു ഐക്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതിന് എലിസബത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. 1231 നവംബർ 19 24-ാമത്തെ വയസ്സിൽ എലിസബത്ത് രാജ്ഞി സ്വർഗത്തിലേക്ക് യാത്രയായി. 1235 ഗ്രെഗറി 9-ാം പാപ്പ എലിസബത്തിനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ച ചടങ്ങിൽ സോഫിയ രാജ്ഞിയും പുത്രന്മാരായ ഹെൻറിയും കോൺറാഡും പങ്കെടുത്തിരുന്നു. വിശുദ്ധയുടെ കബറിടം തുറന്നപ്പോൾ അന്തരീക്ഷത്തിൽ സുഗന്ധം പരന്നു. 4 വർഷം കഴിഞ്ഞിട്ടും ശരീരത്തിന് കേട് സംഭവിച്ചിരുന്നില്ല. ശരീരത്തിൽ നിന്നും ഒഴുകിയ പരിമള തൈലത്തിലൂടെ അനേകം രോഗികൾ സൗഖ്യമായി.